തിരുവനന്തപുരം വഞ്ചിയൂർ കൊലപാതകത്തിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു. അയൽവാസിയായ പ്രദീപ് ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. കൈതമുക്ക് സ്വദേശി വിശാഖാണ് കൊല്ലപ്പെട്ടത്. അഞ്ജു കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അഞ്ജു, ഈ ഒരു കൊലപാതകത്തിന്റെ കാരണം വ്യക്തിവൈരാഗ്യം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രതികളെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? വിവരങ്ങൾ എന്തെല്ലാമാണ്? സിന്ധൂരി, നിലവിൽ പ്രതികൾ വഞ്ചിയൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവരെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ തിരുവനന്തപുരത്ത് നഗരത്തിൽ നിന്ന് തന്നെ ഇവരെ പിടികൂടുന്നത്. തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത് വരികയാണ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. പ്രാഥമികമായിട്ട് ഈ മരിച്ചുപോയ വിശാഖുമായി പ്രതിക്കുണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ രണ്ട് വർഷം മുമ്പ് തന്നെ ഇവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മരിച്ച വിശാഖും അതുപോലെ തന്നെ പ്രധാന പ്രതിയായിട്ടുള്ള പ്രദീപും തമ്മിൽ ഈ ചില വഴിത്തർക്കവും അതിർത്തി തർക്കവുമായൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവർ രണ്ടും അപ്പുറവും ഇപ്പുറവും താമസിക്കുന്ന അയൽവാസികളാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ കുറച്ചധികം കാലമായി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് 2 വർഷം മുമ്പാണ് ഈ പ്രദീപിനെ ഈ വിശാഖ് കുത്തി പരിക്കേൽപ്പിച്ച് ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തുടർന്ന് ഈ വിശാഖ് ജയിലിലായിട്ട് 2 വർഷത്തിന് ശേഷം അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിശാഖ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ചധികം നാളുകളായി മലയൻകീഴ് ഒരു വീട്ടിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചത്. ഈ വഞ്ചിയൂരുള്ള സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്ക് മാത്രമായിരുന്നു വന്നു പോരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഉച്ചയോടുകൂടി ഈ വിശാഖും കൂടെയുള്ള 3 പേരും പ്രദീപും കൂടെയുള്ള 3 പേരും എത്തി അയാളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 3 വെട്ടുകത്തികളാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 3 വെട്ടുകത്തി ഉപയോഗിച്ച് ഈ മരിച്ച വിശാഖിനെ ക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രതിയുടെ കൈക്കും കാലിനും അടക്കം നിരവധി വെട്ടുകൾ ഏറ്റിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിശാഖ് മരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയുടെ മുൻപിൽ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ഈ പ്രതികൾ നടത്തിയത്. മുൻവൈരാഗ്യം കൊണ്ട് ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതികളെ വൈകുന്നേരത്തോടു കൂടി തന്നെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്ത് പ്രാഥമിക മൊഴികളടക്കം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ മരിച്ച വിശാഖിൻ്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും ഇൻക്വസ്റ്റ് നടപടികളും ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോവുക. എന്തായാലും ഇന്ന് ഈ കേസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പുറത്തേക്ക് വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അതിർത്തി തർക്കത്തെ തുടർന്നുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് ഇത്തരത്തിൽ പ്രദീപിനെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം എന്നാണ് പോലീസും മനസ്സിലാക്കുന്നത്. സിന്ധൂരി.